വെള്ളം ഇങ്ങനെ പൊട്ടി പാഴായി പോകും. ഇതിന് പരാതി കൊടുത്തു, യാതൊരു നടപടിയില്ല. ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. യാതൊരു നടപടിയില്ല. ഇങ്ങനെ വെള്ളം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. കേളകം നാനാനിപ്പൊയ്കയിൽ ജലനിധി പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വലിയ തോതിൽ കുടിവെള്ളം പാഴാകുന്നതായി നാട്ടുകാരുടെ പരാതി. പൈപ്പ് പൊട്ടിയ ഭാഗത്തു നിന്നൊഴുകുന്ന വെള്ളം 9ഓളം വീടുകളുടെ മുറ്റങ്ങളിലേക്ക് വ്യാപിക്കുന്നതോടെ പ്രദേശവാസികൾ കടുത്ത ബുദ്ധിമുട്ടിലാണ്. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകി 6 മാസം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ദിവസേന സഞ്ചരിക്കുന്ന വഴിയിലൂടെയാണ് വെള്ളമൊഴുകുന്നത്. ഇതുമൂലം യാത്രക്കാർക്കും സമീപവാസികൾക്കും വലിയ പ്രയാസമാണ് നേരിടേണ്ടി വരുന്നത്. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് സ്ഥലം പരിശോധിക്കാനെത്തിയ ഓവർസിയർ പ്രദേശവാസികളോട് കയർത്ത് സംസാരിച്ചതായും ആരോപണമുണ്ട്. പാഴായിപ്പോകുന്ന ജലത്തിന്റെ അളവിനനുസരിച്ചുള്ള തുക ഉപഭോക്താക്കളുടെ ബില്ലിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. അടിയന്തരമായി പൈപ്പ് പുനഃസ്ഥാപിച്ച് ജലനഷ്ടം തടയുവാനും ജനങ്ങളുടെ പരാതികൾക്ക് മാന്യതയോടെ പരിഹാരം കാണുവാനും അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ 12-ാം വാർഡിൽ നാനാനിപ്പൊയിൽ ഈ 500 മീറ്ററിനിടയ്ക്ക് ഒരു 5-6 സ്ഥലത്ത് ഈ വെള്ളം ഇങ്ങനെ പൊട്ടി പാഴായി പോവുക. ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. മേത്ത് വെള്ളം തെറിച്ചിട്ടായില്ല. വെള്ളം വെറുതെ പാഴായി പോകുന്ന ഈ വെള്ളം വെറുതെ അനാവശ്യമായിട്ട് പല സ്ഥലത്തും നമ്മൾ അപേക്ഷ കൊടുത്തു, ഇതിന് പരാതി കൊടുത്തു, യാതൊരു നടപടിയില്ല. ഇനി എന്താണ് ഇതിനൊരു മാർഗം? ഇത് ഞങ്ങളുടെ ബില്ലിൻ്റെ അകത്ത് ഈ പൈസ കയറുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കയറുന്നുണ്ടോ അതോ ഇതിന് പാഴായി പോകുന്നത് ഞങ്ങളുടെ ഇത് വരുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.